ഇന്നത്തെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ ജോലി കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിൽ തന്നെ ഇന്റർവ്യൂ കടക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എത്ര എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഫൈനൽ റൗണ്ട് എപ്പോഴും ഒരു ഇന്റർവ്യൂ ആയിരിക്കും. സോ ആ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നാൽ ആ ഒരു ജോലി തന്നെ നമ്മൾക്ക് നഷ്ടമായേക്കാം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ട്രൈ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്യുന്നത്. ഇതിനെ ഞാൻ 3 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. 1, ഇന്റർവ്യൂവിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2, ഇന്റർവ്യൂവിൽ എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3, ആഫ്റ്റർ ദ ഇന്റർവ്യൂ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ബിഫോർ ദ ഇന്റർവ്യൂ, ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു റിസർച്ച് അബൌട്ട് ദ കമ്പനി. ഏത് കമ്പനിയുടെ ഇന്റർവ്യൂ ആണോ അതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കണം. എന്തെല്ലാമാണ് ആ ജോബ് റോള്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നിരിക്കണം. രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ദ റോൾ. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർ ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. എന്തെല്ലാം സ്കിൽ സെറ്റ് ആണ്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആ ഒരു ജോബിന് വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയും വേണം. മൂന്നാമത്തത്, പ്രിപ്പയർ ആൻസേഴ്സ് ടു കോമൺ ക്വസ്റ്റ്യൻസ്. നമുക്ക് എപ്പോഴും അറിയാം, ഒരുപാട് ഇന്റർവ്യൂസിൽ റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അല്ലെങ്കിൽ കറന്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. ഇത്തരത്തിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഒരാൻസറും കാണാപ്പാഠം പഠിച്ച് പറയരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് അതിൻ്റെതായ ഒരു തന്മയത്തോടു കൂടി വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവർ എപ്പോഴും ചോദിക്കും, ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ടു മീ? ആ സമയത്ത് ചോദിക്കാൻ വേണ്ടി 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കരുതി വെക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് സക്സസ് ലുക്സ് ലൈക്ക് ഇൻ ദിസ് റോൾ, ഓർ വാട്ട് ആർ ദ ചലഞ്ചസ് യു ആൻഡ് യുവർ ടീം ഫേസിംഗ് ഓൺ ദിസ് പ്രൊജക്ട്. അങ്ങനത്തെ 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് കരുതി വെക്കാവുന്നതാണ്. ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രാക്ടീസ് മോക്ക് ഇന്റർവ്യൂസ്. എത്ര പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു കാരണവശാലും ഇന്റർവ്യൂവിന്റെ തലേദിവസം മാത്രം പ്രിപ്പറേഷൻ തുടങ്ങിയാൽ പോരാ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ജോലി നോക്കി തുടങ്ങുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്കറിയാം, ഓക്കെ ഞാൻ വേറൊരു റോളിലേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ജോബിലേക്ക് നോക്കുകയാണ്. സോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ പെർഫോം ചെയ്യാൻ പറ്റും. അതിൽ തന്നെ മോക്ക് ഇന്റർവ്യൂ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് മോക്ക് ഇന്റർവ്യൂ വിൽ ഓൾവേസ് ഹെൽപ്പ് ടു ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നെ എഴുതി വെക്കാം, ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് തന്നെ എഴുതി വെക്കാം. ആ ഇന്റർവ്യൂവിന് ചോദിക്കാൻ പാകത്തിലുള്ള, അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എഴുതി വെക്കാം. ദെൻ ഒരു മിററിന്റെ മുമ്പിൽ പോയി നിൽക്കുക, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. ദെൻ സ്വന്തമായിട്ട് അതിന്റെ ആൻസർ പറഞ്ഞു നോക്കുക, അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്തിനാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ കറന്റ് പ്രൊജക്ട് എന്ന് ചോദിച്ചു. സോ ഞാൻ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഞാൻ പറയുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഈ റെക്കോർഡ് ചെയ്തത് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാകും, ഓ എനിക്ക് ആ ഭാഗത്ത് കുറച്ചും കൂടി ശരിയാക്കാമായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സെൽഫ് അസസ്മെന്റ്. നമ്മൾക്ക് സെൽഫ് അസസ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും, ഓക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പലതും ഞാൻ അവിടെ ഷോക്കേസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അനാലിസിസ് സ്വന്തമായിട്ട് നടത്തുക. ദെൻ നിങ്ങൾ ഒന്നുകൂടി അത് പറഞ്ഞു നോക്കുക. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എത്രത്തോളം പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ട് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ കഴിയും. അത് വളരെ എവിഡന്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇന്നൊരു പ്രാക്ടീസ് സെഷൻ നടത്താറുണ്ട്. എവിടെ തുടങ്ങണം, എവിടെ ഞാനൊരു പോസ് ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ എപ്പോഴാണ് ചെയ്യാൻ തുടങ്ങേണ്ടുന്നത്. സോ ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു അടുക്കും ചിട്ടയും എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പൊ പ്രൊജക്ടിനെ കുറിച്ച് പറയുമ്പോഴും കാണാപ്പാഠം പഠിച്ച് അവിടെ പോയി ഇന്റർവ്യൂവിൽ ഒരു കാരണവശാലും പറയരുത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓരോന്നെടുത്ത് അതിനെ എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുക. ദെൻ നോ യുവർ റെസ്യൂമേ ഇൻസൈഡ് ഔട്ട്. നമ്മൾക്ക് എപ്പോഴും അറിയാം, നമ്മളെപ്പോഴും റെസ്യൂമേയുടെ ആ ഒരു ടെംപ്ലേറ്റ് ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കടം മേടിക്കും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഇത് രണ്ടും ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഓരോ ലൈൻ ഐറ്റവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം.
എന്ത് കാര്യം ആ റെസ്യൂമേൽ എഴുതിയിരിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 360 ഡിഗ്രി വ്യൂ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റോ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദാറ്റ് ഔട്ട്. എൻ്റെ കാര്യത്തിലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് IIM ന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്, ഞാൻ പൈസ മുടക്കി എടുത്തതാണ്. പക്ഷേ ഒരു റെസ്യൂമേലും അത് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇൻഡെപ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കൺഫ്യൂസ്ഡ് ആക്കും, അല്ലെങ്കിൽ എനിക്കത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ റെസ്യൂമേൽ വെക്കാതിരിക്കുക. ദെൻ പ്രിപ്പയർ വെർച്വൽ ഇന്റർവ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻസ് പ്രോപ്പർ ആയിരിക്കണം, റൂമിൽ പ്രോപ്പർ ലൈറ്റ് ഉണ്ടായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ഏകദേശം ആയി. ഇനി ഡ്യൂറിങ് ദ ഇന്റർവ്യൂ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതെ, മേക്ക് എ സ്ട്രോങ് ഫസ്റ്റ് ഇംപ്രഷൻ. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാം? യു ഹാവ് ടു ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി. ഇതിൽ രണ്ട് അഭിപ്രായക്കാരുണ്ട്. ഡ്രസ്സിലൊന്നും കാര്യമില്ല, നമ്മൾ പറയുന്ന കാര്യത്തിൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. എപ്പോഴും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ വേണം പോകാൻ. നിങ്ങൾ പ്രോപ്പറായിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഇപ്പം മുടിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കോംബ് ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കണം. ബോയ്സ് ആണെങ്കിൽ വിയേർഡ് ഒക്കെ വളരെ നീറ്റായിട്ട് ട്രിം ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അറൈവ് ഓൺ ടൈം. ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുണ്ടായിരിക്കുക. ദെൻ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് മുമ്പേ തന്നെ ഈ പറഞ്ഞ എല്ലാ പ്രീ ചെക്കും നടത്തി നിങ്ങൾ റെഡി ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറുമ്പം ഒരു ചെറു ചിരിയോട് കൂടി, എന്താ പറയുക, വളരെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുക. ദെൻ ബി പൊളൈറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മേക്ക് ആൻ ഐ കോണ്ടാക്ട്. നമ്മൾക്കറിയാം, ഒരു ഇന്റർവ്യൂ ബോർഡ് എപ്പോഴും രണ്ടോ അതിലധികമോ ആൾക്കാരുണ്ടായിരിക്കാം. ചില സമയത്ത് ഒരാളെ ഉണ്ടാവത്തുള്ളൂ. ദാറ്റ്സ് റൈറ്റ്. പക്ഷേ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടെങ്കിൽ യു ഹാവ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ഐ കോണ്ടാക്ട് വിത്ത് ഓൾ ദ ടീം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ആൻസർ പറയുമ്പം എല്ലാവരെയും കൺസിഡർ ചെയ്ത് വേണം പറയാൻ. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ്. നമ്മൾക്കറിയാം, നമ്മൾ വളരെയധികം ആങ്ഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ടെൻസ്ഡ് ആയിട്ടായിരിക്കും ആ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലേക്ക് കയറി ചെല്ലുന്നത്. അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടെൻഷനെ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റിനെ ഓവർകം ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബി ഓതന്റിക് ആൻഡ് പോസിറ്റീവ്. എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യുക, വളരെ ചിരിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക. എന്തിനാണ് നമ്മൾ ഈ കാം ആൻഡ് കോൺഫിഡൻറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രസന്റേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്യേണ്ടുന്നതായിട്ട് വരും. അപ്പം ഈ ഒരു 3 പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രോപ്പറായി ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ടീമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സെനാരിയോയിൽ നിങ്ങൾ എങ്ങനെ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യനും അവിടെ ഉണ്ടാകും. സോ സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓൾസോ മാറ്റേഴ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇന്റർവ്യൂവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തല നോഡ് ചെയ്ത് അതിൻ്റെയോടുള്ള എഗ്രിമെന്റ് നിങ്ങൾക്ക് അറിയിക്കാം. ചെറിയൊരു ചിരി, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നിങ്ങളുടെ ആ ഒരു എൻതൂസിയാസം നമ്മൾ പറയത്തില്ലേ, അത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇന്റർവ്യൂ നടത്തുന്ന ആളും നിങ്ങളും തമ്മിലുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ. ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എപ്പോഴും ഇന്റർവ്യൂവിനെ നമ്മൾക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്കായിരിക്കണം ആ ഒരു ഇന്റർവ്യൂ നമ്മൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർവ്യൂർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് നമ്മൾ ആൻസർ പറഞ്ഞ് നിർത്തുന്നിടത്തുനിന്ന് അടുത്തത് അവർക്ക് തുടങ്ങാൻ പറ്റണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ആക്കി എടുക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ദെൻ ടൈലർ ആൻസർ ടു ദ റോൾ. എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്റർവ്യൂർ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആൻസർ പറയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഡയറക്റ്റ് ആൻസർ നമ്മൾക്ക് പറയാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ 1-2 സെന്റൻസിൽ ഞാൻ ഡയറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് ഓക്കെ, ഐ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
എപ്പോഴും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരിക്കും ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയുമ്പം. അതേ സെയിം ടൈം ഇന്റർവ്യൂറിനും അതുപോലെ തന്നെയായിരിക്കും. അത് ഗ്രഹിക്കാൻ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്ന് കരുതി എക്സാമ്പിൾ പറഞ്ഞ് കഥ പോലെ പറഞ്ഞു പോകാനല്ല, എപ്പോഴും ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ സ്വഭാവത്തിൽ വളരെ അടുക്കിലും ചിട്ടയിലും ഒരു 5 or 6 സെന്റൻസിൽ നിങ്ങൾക്ക് പറഞ്ഞ് നിർത്താവുന്നതാണ്. ഇനി അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. അല്ലാതെ ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ ആൻസർ തന്നെ 15 മിനിറ്റ് പറഞ്ഞു, ആ കൂടി നമുക്ക് 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 hour ആണ് മാക്സിമം ഇന്റർവ്യൂ ടൈം ഉണ്ടാവുക. അപ്പം അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാകും. സോ വളരെ ഹൈ ലെവൽ ടു ദ പോയിന്റ് ആൻസർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസൺ പ്രോപ്പർലി. നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാണ്, ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് വളരെയധികം അറിയുന്നതാണ് അതിന്റെ ആൻസർ. സോ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും ആൻസർ പറഞ്ഞു തുടങ്ങാൻ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ സമയമെടുത്ത് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി കേട്ടതിന് ശേഷം മാത്രം ആൻസർ ചെയ്ത് തുടങ്ങുക. അതും ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസിലൂടെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നിരിക്കെ എന്ത് ചെയ്യും? മനസ്സിലായത് വെച്ചങ്ങ് ആൻസർ ചെയ്ത് തുടങ്ങി, നിങ്ങൾ പറഞ്ഞ് എൻഡ് ചെയ്ത് വന്നപ്പം ആ ഒരു കോണ്ടക്സ്റ്റേ ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം ആണ്. ചോദിച്ച ആൾക്കും പറഞ്ഞ നിങ്ങൾക്കും അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. സോ ഇൻ കേസ് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. ക്വസ്റ്റ്യൻ പ്രോപ്പറായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് യാതൊരു ക്ലൂവും ഇല്ല, എവിടെ തുടങ്ങണം, എവിടെ എന്ത് പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. നത്തിങ് ഈസ് കമ്മിങ് ഇൻ ടു മൈ മൈൻഡ് അറ്റ് ദ മൊമെന്റ്. ഇഫ് യു ഗിവ് മി ആൻ ഓപ്പർച്യൂണിറ്റി മേ ബി ഐ ക്യാൻ ലേൺ മോർ അബൌട്ട് ദാറ്റ്. ഐ മീൻ ആ രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാവുന്നതാണ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞില്ല എന്ന് കരുതി ഒരിക്കലും ആ ഒരു ജോബ് നിങ്ങൾക്ക് നഷ്ടമാവില്ല. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ പല ഇന്റർവ്യൂസിലും നമുക്കൊരു ക്ലൂ കിട്ടില്ല. ചിലപ്പോൾ ആ ഒരു ഇരിക്കുന്ന ആ ഒരു 30 അല്ലെങ്കിൽ ഒരു 1 hour ടൈമിന്റെ ഉള്ളിൽ പല പല സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇട്ടായിരിക്കാം. അപ്പം ഇത് ഏത് സെനാരിയോ ആയിട്ടാണ് കണക്ട് ചെയ്ത് പറയേണ്ടതെന്ന് ചില സമയത്ത് നമ്മൾക്കൊരു ക്ലൂ ഉണ്ടാവില്ല. സോ അറിയില്ല എന്ന് പറയുന്നതിൽ ഒട്ടും എന്താ പറയാ, അയ്യോ എനിക്കത് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് മൊത്തം ലോ ആയി ബാക്കിയുള്ള ഒറ്റൊന്നിനും ആൻസർ പറയാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നോ രണ്ടോ ആൻസർ പറഞ്ഞില്ല എന്ന് കരുതി ഇറ്റ്സ് ഫൈൻ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം അറിയുന്ന ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരാള്, ഓക്കെ, ആ ആളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും തീരെ ശരിയില്ല. നമ്മൾ പറയുന്ന രീതിയിലും ഒരു പ്രോപ്പർ ഐ കോണ്ടാക്ട് ഇല്ല, നമ്മൾ ഒരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ വളരെ ഒരു ഹെഡ് വെയിറ്റ് വെച്ചിട്ട് പറയുന്ന ആള് ഒട്ടും പൊളൈറ്റ് അല്ല. അങ്ങനത്തെ ആൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇവിടെ വേറൊരു സൈഡിൽ ഒന്നോ രണ്ടോ ആൻസർ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, നിങ്ങൾ ആ ഒരു സെനാരിയോനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇന്റർവ്യൂർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഹയർ യു. വൈ? ബിക്കോസ് ഒരു ആറ്റിറ്റ്യൂഡ് ശരിയില്ലാത്ത ഒരാൾ ഒരു ടീമിൽ വന്നു കഴിയുമ്പം ആളിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. അറ്റ് ദ സെയിം ടൈം നോളജ് ഗ്യാപ്പ് ഉള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ആ ആളിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ഡൗൺ ആയി പോകരുത്. സ്റ്റിൽ കോൺഫിഡൻസോട് കൂടി തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഇന്റർവ്യൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ദ ഫസ്റ്റ് തിങ്, നോട്ട് ഡൗൺ ഓൾ ദ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം വളരെ ഫ്രഷ് ആയിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഒരു നോട്ട് പാഡ് എടുക്കുക, മനസ്സിൽ ഓർമ്മ വരുന്ന ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെക്കുക. ഈ ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ ഗോ ത്രൂ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു ഇന്റർവ്യൂ കിട്ടിയില്ല എന്ന് കരുതി ഒരിക്കലും ഡൗൺ ആയി പോകരുത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കുക. ക്വസ്റ്റ്യൻസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ത്രൂ ഇറ്റ്.